നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ പേര് അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഇവരൊക്കെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാലാണ് നമുക്ക് വയർമാൻ പെർമിറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുക. നോട്ടിഫിക്കേഷൻ വന്നാൽ ആ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ലൈസൻസിങ് ബോർഡ് പരീക്ഷയ്ക്ക് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമയബന്ധിതമായിട്ട് അത് തിരുത്തി വീണ്ടും അപേക്ഷ പുതുക്കി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പുതുക്കി കൊടുത്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പേര് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈസൻസിങ് ബോർഡിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ വയർമാൻ പെർമിറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തവരുടെയോ പ്രശ്നമല്ല, അത് സമയബന്ധിതമായിട്ട് അത് നോക്കാത്തതിൻ്റെയും അതേപോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് നമ്മൾ അഡ്വാൻസായിട്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സ് അക്കാദമി ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള അറിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരികയാണെങ്കിൽ അത് വിട്ടുപോകുന്ന അവസരം അല്ലെങ്കിൽ ആ അവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, വയർമാൻ പെർമിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു അവസരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വയർമാൻ പെർമിറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ 2024 വരെ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.